നിങ്ങൾക്കെല്ലാവർക്കും 1 സെക്കൻഡ് മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് SBI യോനോ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെ അനായാസമായിട്ട് കറണ്ട് ബില്ല് നമുക്ക് അടയ്ക്കാൻ സാധിക്കുന്നതാണെന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഇലക്ട്രിസിറ്റി ബിൽ ഓഫീസിൽ പോയി ക്യൂ ഒന്നും നിൽക്കേണ്ട കാര്യമില്ല. നമുക്ക് ഓൺലൈനായിട്ട് തന്നെ മൊബൈലിലൂടെ നമുക്ക് അനായാസമായിട്ട് പേ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം നിങ്ങൾ ഇതുവരെ SBI യോനോ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അനായാസമായിട്ട് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുള്ള വീഡിയോസ് എല്ലാം ഞാൻ ഈ ചാനലിലൂടെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് ഈ വീഡിയോയുടെ അവസാനവും അതുപോലെ തന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും എല്ലാം ലഭിക്കുന്നതാണ്. അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കി നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ കറണ്ട് ബില്ല് അനായാസമായിട്ട് പേ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾ കൃത്യമായും മുഴുവനായിട്ടും കാണുക, എങ്കിൽ മാത്രമേ കൃത്യമായ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം ആദ്യം തന്നെ SBI യോനോ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേനും യോനോ പേ ഹോം പേജിൽ തന്നെ യോനോ പേ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ താഴെയായിട്ട് ബിൽ പേ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പം അടുത്ത പേജിൽ ക്വിക്ക് ബിൽ പേ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഇലക്ട്രിസിറ്റി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പം ഇലക്ട്രിസിറ്റി സെലക്ട് ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ പെട്ടെന്നായിട്ട് സെലക്ടർ ബിൽ ലൊക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ഇന്ത്യയിലെ സ്റ്റേറ്റ്സ് വരുന്നതാണ്, ലിസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ അതിൽ നിന്ന് കേരള സെലക്ട് ചെയ്യുക. അപ്പം കേരള സെലക്ട് ചെയ്യുമ്പോഴത്തേനും സെലക്ട് ബില്ലർ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ KCB എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ഈ പേജിൽ ഇലക്ട്രിസിറ്റി സെലക്ട് ചെയ്തു, കേരള സെലക്ട് ചെയ്തു, KCB. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങളോട് കൺസ്യൂമർ നമ്പർ അതുപോലെ തന്നെ മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പം കൺസ്യൂമർ നമ്പർ ഒരു 13 അക്ക ഇൻഡിവിജ്വൽ നമ്പറാണ് കൺസ്യൂമറിൻ്റെ. അത് നിങ്ങൾക്ക് പഴയ കറണ്ട് ബില്ലിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പം പഴയ കറണ്ട് ബില്ലിൽ നിന്ന് ആ 13 അക്ക കൺസ്യൂമർ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പറും എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സെലക്ട് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഏത് അക്കൗണ്ടിൽ നിന്നാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കട്ടാകേണ്ടത് ആ അക്കൗണ്ട് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള കറണ്ട് അക്കൗണ്ടിൽ നിന്ന് കട്ടാകുന്നതാണ്. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ ഒന്ന് ഡിസ്പ്ലേ ആകുന്നതാണ്. അപ്പോൾ അതൊന്ന് കൺഫേം ചെയ്യുക. അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് എത്ര എമൗണ്ട് ബാക്കിയുണ്ട് പേ ചെയ്യാൻ എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ 352 രൂപയാണ്. അപ്പം അതൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങളുടെ അക്കൗണ്ടുമായിട്ട് രജിസ്റ്റർ ചെയ്തേക്കുന്ന മൊബൈൽ നമ്പറിൽ ഒരു OTP വരുന്നതാണ്. ആ OTP ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ബിൽ സ്റ്റാറ്റസ് സക്സസ്. അപ്പം നിങ്ങൾക്ക് ബിൽ പേയ്മെൻറ്റ് ഇവിടെ ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ പേയ്മെൻറ്റ് കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഈ മാസത്തെ ബില്ലൊന്നും ഇലക്ട്രിസിറ്റി ബില്ലിൽ ഓഫീസിൽ പോയി അടയ്ക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ അനായാസമായിട്ട് യോനോ SBI ഉപയോഗിച്ച് നമുക്ക് കറണ്ട് ബില്ല് അടയ്ക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായെന്നും വളരെ ഉപകാരപ്രദമായെന്നും. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ യോനോ SBI അധികം നേരം നമ്മൾ ടൈപ്പ് ചെയ്യാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടൈം ഔട്ടായി പോകുന്നതാണ്, പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ എറർ മെസ്സേജസൊക്കെ ഈ OTP എൻ്റർ ചെയ്തതിന് ശേഷം ഈ പേജിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് എറർ കാണിക്കുന്നതുമാണ്. അപ്പം നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ ഈ പ്രോബ്ലം സോൾവ് ആകുന്നതാണ്. അപ്പം ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇതുപോലൊരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നത് വരെ ഗുഡ് ബൈ.